തിരുവനന്തപുരത്ത് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന 2 യുവാക്കൾ പിടിയിൽ. 300 കിലോ പുകയില ഉൽപ്പന്നങ്ങളുമായാണ് ഭീമാപ്പള്ളി സ്വദേശികളെ എക്സൈസ് പിടികൂടിയത്. നവാസിന്റെയും ഷമീറിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര എക്സൈസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടത്തി വന്നവർക്ക് പിന്നാലെയായിരുന്നു എക്സൈസ് സംഘം. ദിവസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണത്തിനും പരിശ്രമത്തിനും ഒടുവിൽ കുട്ടികൾക്ക് ലഹരി വിൽക്കുന്നവരെക്കുറിച്ച് എക്സൈസ് സംഘത്തിന് സൂചനകൾ ലഭിച്ചു. തുടർന്ന് നടത്തിയ നിർണായക നീക്കത്തിലാണ് നെയ്യാറ്റിൻകര ഇരുമ്പിൽ ഭാഗത്ത് വെച്ച് 2 യുവാക്കളെ എക്സൈസ് സാഹസികമായി പിടികൂടിയത്. ഭീമാപ്പള്ളി സ്വദേശികളായ ഷമീറും നവാസുമാണ് നെയ്യാറ്റിൻകര എക്സൈസിന്റെ വലയിലായത്. ആഡംബര കാറിലാണ് ഇരുവരും പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്നിരുന്നത്. എക്സൈസിന്റെ പിടിയിലാകുമ്പോൾ 300 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കാറിനുള്ളിൽ പാക്ക് ചെയ്തു വെച്ചിരുന്നത്. ഭീമാപ്പള്ളി സ്വദേശികളായ 2 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഭാഗത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വരുന്നവരാണ്. ഏകദേശം 300 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിട്ടുള്ളത്. അതിന് വിപണിയിൽ ഏകദേശം 4 ലക്ഷം രൂപയോളം വില വരും. ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരും. എക്സൈസ് പിടിച്ചെടുത്ത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 4 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇത്രയധികം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉറവിടം ഏതാണെന്നതിനെപ്പറ്റിയും ലഹരി കച്ചവടത്തിന് പിന്നിലെ കണ്ണികളെപ്പറ്റിയും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. നിലവിൽ പിടിയിലായ യുവാക്കൾ മാത്രമല്ല സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിടുന്നതെന്ന് എക്സൈസ് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി കച്ചവടം നടത്തുന്നവരെ പിന്തുടർന്ന് പിടികൂടാൻ തന്നെയാണ് എക്സൈസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.